നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയുടെ ലക്ഷ്യം ഭീകരരെ ഒരു പാഠം പഠിപ്പിക്കുക, അതിനായി ഏതറ്റം വരെയും പോവുക. തീവ്രവാദത്തെ തുടച്ചു നീക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് MP ശശി തരൂർ. പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് കൊടുക്കേണ്ട നടപടി തന്നെയാണ് ഇന്ത്യ കൊടുത്തതും നൽകിയതും. 4 ദിവസത്തെ രൂക്ഷമായ പ്രത്യാക്രമണങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം 5 മണി മുതൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തുകയും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് തരൂർ രംഗത്തെത്തിയത്. വാക്കിൽ നിന്ന് പിന്മാറുക എന്നത് അവരുടെ ശീലമാണ്, പിന്നെ അവരുടെ ഉറപ്പുകൾ എങ്ങനെ വിശ്വാസമുണ്ടാകുമെന്നാണ് അദ്ദേഹം കുറിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലും ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളിലും ഡ്രോണുകൾ കണ്ടെത്തി തകർത്ത ശേഷം പാകിസ്ഥാൻ നടത്തുന്ന വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് ഇന്ത്യൻ സായുധ സേന മറുപടി നൽകുന്നുണ്ട് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര സ്ഥിരീകരിച്ചിരുന്നു. സാഹചര്യം ഗൗരവത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. 1971 സ്ഥിതി അല്ല 2025 എന്നും തരൂർ പറയുന്നുണ്ട്. ഈ യുദ്ധം തുടരാൻ രാജ്യം ആഗ്രഹിച്ചിരുന്നില്ല. ഭീകരരെ പാഠം പഠിപ്പിക്കുക മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ വിമർശിച്ച് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തരൂറും നിലപാട് വ്യക്തമാക്കിയത്. നിലവിലെ സാഹചര്യം 1971 നിന്നും വ്യത്യസ്തമാണെന്ന് തരൂർ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അന്ന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ധാർമ്മികമായ പോരാട്ടമാണ് നടന്നത്. ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ന് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അവരെ ഒരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞതായും തരൂർ കൂട്ടിച്ചേർക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച മുഴുവൻ നടപടികൾക്കും പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അമേരിക്ക ഇടപെട്ടതിനെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗവും പ്രത്യേക പാർലമെന്ററി സമ്മേളനവും വിളിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അമേരിക്കൻ മധ്യസ്ഥതയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് തയ്യാറായതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വെടിനിർത്തലിന് ഇടപെട്ടെന്ന ട്രംപിന്റെ വാദം ഇന്ത്യ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.